നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്പെയിനിൻ്റെ ഈ മാസത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൻ്റെ കോച്ച് ലൂയിസ് ഡി ലാ ഫ്യൂൻഡെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ക്വാഡിൽ ലമീൻ യമാലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ കാര്യത്തിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സ്പെയിനിൽ ഇത്തവണ 2 മത്സരങ്ങളാണുള്ളത്. ജോർജിയക്കെതിരെ നവംബർ 15 രാത്രി ഇന്ത്യൻ സമയം 10:30 ആദ്യ മത്സരം. അതിനുശേഷം നവംബർ 19 പുലർച്ചെ 1:15 തുർക്കിയെക്കെതിരെയാണ് രണ്ടാമത്തെ മത്സരം. ഗ്രൂപ്പ് ഇയിൽ ഇപ്പോൾ സ്പെയിൻ തന്നെയാണ് ഒന്നാമത്. 4 കളികൾ 12 പോയിന്റ്. തുർക്കിയെ 4 കളികൾ 9 പോയിന്റുമായിട്ട് നിൽക്കുന്നു. സോ കട്ടക്ക് പോരാട്ടമാണ് നടക്കുന്നത്. ഏതായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളാണ് വരുന്നത്. ആ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡാണ് ഇപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നമുക്ക് സ്ക്വാഡിലേക്ക് നോക്കാം. സ്ക്വാഡിലുള്ളത് 26 അംഗ സ്ക്വാഡാണ്. സ്ക്വാഡിലുള്ളത് ഉനായ് സിമോൺ, ഡേവിഡ് റയ, അലക്സ് റബിറോ എന്നിവർ ഗോൾ കീപ്പർമാരായിട്ടുണ്ട്. ഡിഫൻഡർമാരായിട്ട് ലാപ്പോർട്ട്, വിവിയൻ, ഗ്രിമാൽഡോ, ലൊറൻഡെ, കുക്കറയ്യ, പാവ് കുബാർസി, ഡീൻ ഹുയിസൻ, പെഡ്രോ പോറോ എന്നിവരാണുള്ളത്. മധുരയിലേക്ക് ഫാബിയൻ റൂയിസ്, സുബിമെൻഡി, മൈക്കൽ മെറിനോ, അലക്സ് ഗാർഷ്യ, പാബ്ലോ ബാരിയോസ്, അലക്സ് ബെയ്ന, പാബ്ലോ ഫോർണൽസ് എന്നിവരുണ്ട്. മുന്നേറ്റ നിരയിൽ ഒയർസബാൽ, അതുപോലെ യറമി, ഡാനി ഓൽമോ, ഫെർമിൻ, ലാമിൻ യമാൽ, ഫെറാൻ, സാമു, ബോർഹ ഇഗ്ലേസിയസ് എന്നിവരാണ് സ്ക്വാഡിലുള്ളത്. ഇപ്പം കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് യമാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം സ്ക്വാഡിലേക്ക് വിളിച്ചു, പിന്നെ ഒഴിവാക്കി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. ഹാൻസി ഫ്ലിക്ക് അങ്ങോട്ട് പറയുന്നു, ലൂയിസ് ഡി ലാ ഫ്യൂൻഡെ ഇങ്ങോട്ട് മറുപടി പറയുന്നു. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്യൂബിക് ഇഷ്യൂസ് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സ്ക്വാഡിലേക്ക് എടുക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു, അവൻ്റെ ക്ലബിന് വേണ്ടി കളിക്കുന്നുണ്ടല്ലോ, അവൻ ഫിറ്റാണ്. അവരുടെ കോച്ച് പറയുന്നില്ല, അതായത് ഹാൻസി ഫ്ലിക്ക് പറയുന്നില്ലേ അവൻ ഓക്കെ ആണെന്നുള്ളത്. പിന്നെ മറ്റു സംശയങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറെ ഞാൻ കിട്ടിയപ്പോൾ വേണം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് തന്നെ കൃത്യമായിട്ട് കോച്ച് പറയുന്നു. കോച്ചിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്ന് പറയുകയാണ്, ലാമിൻ യമാൽ ഈസ് ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ. അവൻ്റെ കോച്ച് അതായത് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുണ്ട് അവൻ കളിക്കാൻ ഫിറ്റാണ് എന്നുള്ളത്. സോ ഞങ്ങൾ അത് അപ്രോപ്രിയേറ്റ് ആണ് എന്ന് തോന്നിയിടത്തോളം കാലം അവരിവിടെ ഉണ്ടാകും. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിന് ഇവിടെ വേണം എന്ന് തന്നെ നിലപാട് അറിയിക്കുന്നു ലൂയിസ് ഡി ലാ ഫ്യൂൻഡെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.